നമസ്കാരം. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് സമീപം നടത്തിയ ഒരു സമരം, ഒരു പന്തം കൊളുത്തി പ്രകടനം ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അസാധാരണമായി അക്രമാസക്തമായ ഒരു സമരമായിരുന്നു അത്. അതായത് വടകരയിൽ ഷാഫി പറമ്പിൽ MP-യെ DYFI-ക്കാർ തടഞ്ഞു എന്നാരോപിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഒരു പ്രക്ഷോഭം തുടങ്ങിയത്. അപ്രതീക്ഷിതമായി തന്നെ രാത്രി 7:30-ക്കോ 8 മണിക്കോ ആണ് ഇത്തരത്തിലൊരു മാർച്ച് ക്ലിഫ് ഹൗസിൻ്റെ പരിസരത്തേക്ക് നയിച്ചത്. ആ മാർച്ചിൽ പ്രവർത്തകർ വളരെ പെട്ടെന്ന് അക്രമാസക്തമാകുന്നു. അവർ കയ്യിൽ കരുതിയിരുന്ന പന്തം പോലീസിന് നേരെ എറിയുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മാർച്ചുകൾ നടക്കുമ്പോൾ ആ മാർച്ച് ഒരല്പം ദൂരെ വച്ച് തന്നെ തടയുക സ്വാഭാവികമാണ്. ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിന് ശേഷം വലിയ പോലീസ് സംഘം അവിടെ കാവലുണ്ടാവും. ഈ പോലീസ് സംഘത്തിന് നേരെ തീപ്പന്തങ്ങൾ എറിയുന്നത് വലിയ രീതിയിൽ അപകടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒന്നിലധികം ആളുകൾ തിങ്ങി നിൽക്കുന്ന ജനക്കൂട്ടത്തിലേക്ക് തീപ്പന്തം എറിയുന്നത് വലിയ ക്ഷണിച്ചു വരുത്തും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതറിയാത്തവർ ആരും തന്നെയില്ല. എന്നിട്ട് പോലും ഈ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകർ ഇങ്ങനെ പോലീസിൻ്റെ സംഘത്തിന് നേരെ തീപ്പന്തങ്ങൾ എറിഞ്ഞു. പിന്നീട് പോലീസ് ലാത്തി ചാർജ് ചെയ്യുന്നു. ലാത്തി ചാർജിനിടയിലും പോലീസിനെ തിരിച്ചാക്രമിക്കാനുള്ള ശ്രമം ഈ പ്രക്ഷോഭകർ നടത്തുന്നു. സത്യത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ നിന്ന് സംഘടിച്ചെത്തിയ ചില പ്രവർത്തകരാണ് അക്രമം കാണിച്ചത് എന്ന് നേരത്തെ അഭിപ്രായമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആരോപണമുണ്ടായിരുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് സജീവമല്ല. അവർ യൂത്ത് കോൺഗ്രസ്, DYFI മുതലായ സംഘടനകളിൽ ചേക്കേറി പ്രവർത്തിക്കുകയാണ്. അങ്ങനെയുള്ളവരാണ് ഷാഫിയെ തൊട്ടതിൻ്റെ വൈരാഗ്യം തീർക്കാൻ തിരുവനന്തപുരത്ത് ഒരു അക്രമം കാട്ടിക്കൂട്ടിയത് എന്ന് കഴിഞ്ഞ ദിവസം പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഷാഫി അല്ലാതെ മറ്റേതൊരു നേതാവാണെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു പ്രകടനം നടക്കില്ലായിരുന്നു. സതീശനെ തടഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു പ്രകടനം നടക്കില്ലായിരുന്നു എന്ന് പോലീസ് വിലയിരുത്തുന്നു. ഷാഫിയെ തടഞ്ഞതുകൊണ്ട് മാത്രം മതാടിസ്ഥാനത്തിൽ ജനങ്ങൾ പ്രകോപിതരാവുകയും ചില പ്രവർത്തകർ പ്രകോപിതരാവുകയും അങ്ങനെ പ്രകോപിതരായവർ ഇവിടെ അക്രമം കാട്ടുകയും ചെയ്തു. അതിന് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പങ്കുണ്ടോ എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം സൂചന നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. 28 പേർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ ശ്യാംലാലിനെ പാറശാലയിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്ത് അവർ റിമാൻഡിലാണ്. ഈ 28 പേരെയും പൊക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു അക്രമ സമരമാണ് ഇവർ നടത്തിയത്. 28 പേർക്കെതിരെ എടുത്ത കേസിൽ ഗൗരവപൂർണമായ നിയമ നടപടി ഉണ്ടാകും എന്ന് തന്നെ പോലീസ് അറിയിക്കുന്നു. ഇതിനെ ഒരു സമരത്തിൻ്റെ പേരിലുള്ള കേസായി പോലീസ് കാണുന്നില്ല. വധശ്രമമാണ്. മാത്രമല്ല പോലീസിന് നേരെ വധശ്രമമാണ്, കലാപശ്രമമാണ് എന്ന് വ്യക്തമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാര്, എന്തായിരുന്നു ചേതോവകാരം എന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപട്ടികയിലുള്ള 28 പേരെയും ഉടൻ പിടിക്കാനാണ് പോലീസിൻ്റെ ഉത്തരവ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
8089001200 അല്ലെങ്കിൽ 7736549234.